കോഴിക്കോട് പേരാമ്പ്രയിൽ യുവാവിന് നേരെ ആൾക്കൂട്ട മർദ്ദനമുണ്ടായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മർദ്ദനമേറ്റ യുവാവ് മിജിൻസ് താൻ ദളിതനായതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം സംഘം ചേർന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും മിജിൻസ് പറയുന്നു. മർദ്ദിച്ചവരുടെ കൂട്ടത്തിൽ SDPI പ്രവർത്തകരുമുണ്ടെന്നാണ് മിജിൻസ് പറയുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ തുടരുന്നുണ്ട്. ഗോകുൽ, എന്തായിരുന്നു ഇത്തരത്തിൽ ഒരു യുവാവിനെ ഇത്രത്തോളം ക്രൂരമായി മർദ്ദിക്കാനുണ്ടായ സാഹചര്യം? മറ്റു വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ മർദ്ദിച്ചവരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 26-ാം തീയതിയാണ് കോഴിക്കോട് പേരാമ്പ്രയിലെ മുബാറക് ഹോട്ടലിൽ ഇത്തരത്തിലൊരു അക്രമമുണ്ടായത്. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് മജിൻസ് എന്ന് പേരിലറിയപ്പെടുന്ന നന്ദു എത്തിയത്. നന്ദു ഭക്ഷണം കഴിച്ച് കൈ കഴുകുന്ന സമയത്ത് നന്ദുവിനൊരു ഫോൺ കോൾ വന്നു. ഫോൺ വരുന്ന സമയത്ത് നന്ദു കൈ കഴുകി ഫോൺ വിളിച്ച് ഹോട്ടലിന് പുറത്തേക്ക് പോയി. ആ ഫോൺ കോൾ കുറച്ചധികം സമയം നീണ്ടു നിൽക്കുകയും ചെയ്തു. പിന്നീട് ഫോൺ കട്ട് ചെയ്ത് തിരികെ വന്ന് പണം നൽകുവാൻ വേണ്ടി കൗണ്ടറിൽ വന്ന സമയത്താണ് മുബാറക് ഹോട്ടലിന്റെ ഉടമയായിട്ടുള്ള അഷറഫ് ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായത്. മർദ്ദന സമയത്ത് ഒരു കൂട്ടം ആളുകൾ വന്ന് മജിൻസിനെ മർദ്ദിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രതികരിക്കാനൊന്നും സാധിക്കാതിരുന്ന മജിൻസ് അടിയൊക്കെ വാങ്ങിയതിനു ശേഷം തന്നെ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് പോയി. അവിടെ പോയി അവശനായി വിശ്രമിക്കുന്ന സമയത്ത് വീണ്ടും ഒരു കൂട്ടം ആളുകൾ വന്ന് മജിൻസിനെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. ആ കൂട്ടത്തിൽ SDPI പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള പ്രവർത്തകരുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഒരു നിമിഷം താൻ പാകിസ്ഥാനിലാണോ നിൽക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോയതായിട്ട് മജിൻസ് പറയുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് തന്നെ ആക്രമിച്ചത് എന്നാണ് മജിൻസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ പെരുവണ്ണാമൊഴി പോലീസിന് പരാതി നൽകിയപ്പോൾ ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണം നടത്താനോ ഒന്നും പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ ക്രൂരമായി മാരകമായി മജിൻസിനെ മർദ്ദിക്കുന്ന വീഡിയോകളൊക്കെ കുടുംബം പുറത്തുവിട്ടത്. പിന്നീട് SC/ST ആക്ട് പ്രകാരം കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതികൾ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതായത് സംഭവം നിസ്സാരമാണ്. ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ കയറുന്നു. ഹോട്ടൽ കയറിയ ശേഷം മജിൻസിന് ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ വന്നപ്പോൾ ഫോണുമായി പുറത്തേക്ക് പോയി തിരിച്ചു വന്ന് ഫോൺ അവസാനിപ്പിച്ചതിന് ശേഷം തിരിച്ചു വന്ന് പണം നൽകുന്ന സമയത്താണ് മർദ്ദനമുണ്ടായത്. അവിടെ തീർന്നിട്ടില്ല. മർദ്ദനമേറ്റ് അവശനായ മജിൻസിനെ പിന്തുടർന്നു പോയിട്ട് ഒരു കൂട്ടം ആളുകൾ വീണ്ടും ആക്രമിക്കുകയായിരുന്നു എന്നാണ് മജിൻസ് പറയുന്നത്. പക്ഷേ ഈ സംഭവത്തെ വളരെ നിസ്സാരത്തോടെ പോലീസ് കരുതി എന്നും ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറായില്ല എന്നും പിന്നീട് തങ്ങൾക്ക് മർദ്ദനമേൽക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തുവിടേണ്ടതായിട്ട് വന്നു എന്നും മജിൻസ് പറയുന്നുണ്ട്. സംഭവത്തിൽ മാരകമായി പെരുക്കേറ്റ മജിൻസ് ആദ്യം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്നും ചികിത്സ മതിയാവാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മജിൻസ് ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങുന്നില്ല. എന്തിനാണ് ഇത്തരത്തിൽ ആൾക്കൂട്ടമായ മർദ്ദനം ഉണ്ടായത്? തന്നെ എന്തിനാണ് ദളിതരെന്ന് വിളിച്ചാക്രമിച്ചത്? SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും പ്രവർത്തകരുടെ സമാനമായ രീതിയിലുള്ള ചിന്താഗതിയുള്ള ആളുകളാണ് തന്നെ ആക്രമിച്ചതിന് പിന്നിലെന്ന് മജിൻസ് പറയുന്നു. എന്നിട്ട് പോലും ഗുരുതരമായ ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വന്നിട്ട് പോലും ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന ആരോപണമാണ് മജിൻസ് ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഗൂഗിൾ, ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗം എന്താണ്? പോലീസ് ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ സംഭവം കഴിഞ്ഞ 26-ാം തീയതിയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലും ഈ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നതിനെ തുടർന്ന് കഴിഞ്ഞ 5 ദിവസം മുമ്പാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ വേണ്ടി മുന്നോട്ടേക്ക് പോലീസ് വന്നിട്ടുള്ളത്. മാത്രമല്ല, മുബാറക് ഹോട്ടൽ എന്ന് പറയുന്നത് പേരാമ്പ്ര നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിന്റെ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ട് പോലും അവരെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മജിൻസ് രണ്ടാമത് രംഗത്ത് വരാൻ വേണ്ടി കാരണം. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ അക്രമം ഏറ്റ വ്യക്തിയുടെ കൂടെ പോലീസ് നിൽക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് കുടുംബത്തിന് വീഡിയോ പുറത്തുവിടേണ്ടത്. വീഡിയോ പുറത്തുവിട്ടതിന് ശേഷവും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ടേക്ക് വെച്ചതിന് ശേഷവും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ആദ്യഘട്ടത്തിൽ തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ആദ്യഘട്ടത്തിൽ ഹോട്ടലിൽ നിന്ന് മർദ്ദനമേറ്റ യുവാവ് പിന്നീട് പോകുന്നു, വേറൊരു കെട്ടിടത്തിലേക്ക് പോകുന്നു. അവശനായി അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആശുപത്രിയിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവശനായിരുന്നു. അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ആളുകൾ പോകുന്നു. ആ സംഭവത്തിലാണ് നിസ്സാരമായ പോലീസ് ആ വിഷയത്തെ ഗൗനിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് എന്നൊരു ആരോപണം, ഗുരുതരമായിട്ടുള്ള ആരോപണം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. കൃത്യമായൊരു മറുപടി നൽകാൻ പോലീസ് തയ്യാറാവുന്നില്ല. പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതിനാലാണ് കുടുംബത്തിന് വീഡിയോ ഉൾപ്പെടെ പുറത്തുവിടേണ്ടി വന്നതും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കേണ്ടി വന്നതും. എന്നാൽ ഈ വിഷയത്തെ വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുക്കാതെയാണ് പോലീസ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, എന്തുകൊണ്ടാണ് തന്നെ ഈ രീതിയിൽ ആക്രമിച്ചത് എന്ന രീതിയിലുള്ള സംശയം ഉണർത്തിക്കൊണ്ട് മജിൻസ് തന്നെ ഇപ്പോൾ ജനം TV യോട് പ്രതികരിച്ചിട്ടുള്ളത്.